ഹായ് കൂട്ടുകാരെ, നമ്മളിന്ന് നോക്കാൻ പോകുന്നത് 10th റൈൻ ബസേരിമേ എന്ന ചാപ്റ്ററാണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോകാം. നമ്മുടെ മൂന്നാമത്തെ ചാപ്റ്റർ ഒരു യാത്രാവൃത്താണ്. യാത്രാവൃത്ത് എന്ന് പറഞ്ഞാൽ ട്രാവലോഗ് എന്നാണ് അർത്ഥം, യാത്രാ വിവരണം എന്നാണ് അർത്ഥം. ഇതിൻ്റെ പേര് റൈൻ ബസേരെ മേ എന്നാണ്. റൈൻ ബസേര എന്ന് പറഞ്ഞാൽ നൈറ്റ് ഷെൽട്ടർ എന്നാണ് അർത്ഥം, അതായത് രാത്രിയിൽ താമസിക്കാൻ ഒരിടം. റൈൻ ബസേരെ മേ എന്ന് പറഞ്ഞാൽ നൈറ്റ് ഷെൽട്ടറിൽ എന്നാണ് അർത്ഥം. ഇത് എഴുതിയിട്ടുള്ളത് അമൃത് ലാൽ വേഗഡ് ആണ്. ട്രാവലോഗ് തുടങ്ങണേക്കാൾ മുമ്പ് ഒരു ബോക്സ് കൊടുത്തിട്ടുണ്ട്, നമുക്ക് ആദ്യം അത് വായിക്കാം. തീരെ തീരെ നർമ്മദ അമൃത് ലാൽ വേഗഡ് की നർമ്മദ പദയാത്രാओं का വൃത്താന്ത് है. തീരെ തീരെ നർമ്മദ എന്നുള്ളത് അമൃത് ലാൽ വേഗഡിൻ്റെ നർമ്മദ പദയാത്രകളുടെ നറേറ്റീവ് ആണ്. കാൽനടയായിട്ട് സഞ്ചരിക്കുന്നതിനെയാണ് പദയാത്ര എന്ന് പറയുന്നത്. പ്രഥം പദയാത്ര ഉൻഹോനെ अपने 50 साल की आयु में 1977 में की और अंतिम 2009 में. ആദ്യത്തെ പദയാത്ര അദ്ദേഹത്തിൻ്റെ 50-ാം വയസ്സിലാണ് ചെയ്തത്. 1977 അത് ചെയ്തത്. അവസാനത്തെ പദയാത്ര ചെയ്തത് 2009 इन 33 वर्षों के दौरान की गई करीब 4000 किलोमीटर की पदयात्राओं का वृत्तांत है തീരെ തീരെ നർമ്മദ. ഈ 33 വർഷത്തിനിടെ ചെയ്ത പദയാത്ര നോക്കുമ്പോൾ 4000 കിലോമീറ്ററിലധികം അദ്ദേഹം നടന്നിട്ടുണ്ട്. ഇതിൻ്റെയൊക്കെ ഒരു നറേറ്റീവാണ് തീരെ തീരെ നർമ്മദ എന്നുള്ളത്. ഇസ് സിൽസിലെ മേ അപ്നെ സഹായക് ചോട്ടു കെ സാത്ത് 11 अक्टूबर 1997 को की गई पदयात्रा के अनुभव यहाँ दिए गए हैं. ഇതുമായി ബന്ധപ്പെട്ട് തൻ്റെ സഹായകനായ ചോട്ടുവിൻ്റെ കൂടെ 11 ഒക്ടോബർ 1997 ചെയ്ത ഒരു പദയാത്രയുടെ എക്സ്പീരിയൻസ് അദ്ദേഹം താഴെ ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്കിനി ഈ ട്രാവലോഗിലേക്ക് പോകാം. रात को थोड़ी देर के लिए मैं बाहर निकल आया और आकाश तले बैठ गया. രാത്രിയായപ്പോൾ കുറച്ചു നേരത്തേക്ക് ഞാൻ പുറത്തേക്ക് ഇറങ്ങി ആകാശത്തേക്ക് നോക്കിയിരുന്നു. तारे ऐसे लग रहे थे मानो किसी ने आकाश में सफ़ेद तिल बिखेर दिए हो. ആകാശത്തേക്ക് നോക്കിയപ്പോൾ നക്ഷത്രങ്ങളെ കാണാൻ ആരോ ആകാശത്ത് വെളുത്ത എള്ള് വിതറിയിട്ടിരിക്കുന്നത് പോലെ ഉണ്ടായിരുന്നു. സൂരജ് ചൽത്താ ഹെ അക്കേല താരെ ചൽത്തേ ഹെ ജമാത് മേ. രാവിലെ ആകുമ്പോൾ സൂര്യൻ എപ്പോഴും ഒറ്റയ്ക്കല്ലേ ഉണ്ടാവുള്ളൂ, പക്ഷെ നക്ഷത്രങ്ങൾ എപ്പോഴും കൂട്ടത്തോടെയാണ് ഉണ്ടാവുക. അമാവാസ് കി രാത് കോ താരോं का भंडारा बरता है. അമാവാസിയുടെ രാത്രിയിൽ നക്ഷത്രങ്ങളുടെ കലവറ നിറയുന്നു. ദിൻ കാ ആകാശ് ഹെ ഹൗസ് ഓഫ് ലോർഡ്, രാത് കാ ആകാശ് ഹെ ഹൗസ് ഓഫ് കോമൺസ്. രാവിലത്തെ ആകാശം കാണുമ്പോൾ അത് ഒരു ഹൗസ് ഓഫ് ലോർഡ്, ദൈവങ്ങളുടെ ആകാശം പോലെയാണ് തോന്നുക. ദൈവങ്ങളുടെ എന്ന് പറയാം, അല്ലെങ്കിൽ രാജാക്കന്മാരുടെ എന്നൊക്കെ പറയാം. രാത്രിയിലെ ആകാശം പക്ഷേ ഹൗസ് ഓഫ് കോമൺസ് ആണ്, സാധാരണക്കാരുടെ ആകാശമാണ്. സുബ ആകെ ബഡെ. രാവിലെ ആയപ്പോൾ ഞങ്ങളുടെ യാത്ര തുടർന്നു. പഗ്ഡണ്ടി ഏകാഏക് ഖത്തർനാക് ഹോ ഗയി. അവർ നടക്കുന്ന വഴി അപകടം പിടിച്ചൊരു വഴിയായി മാറി. ജറാ ചൂക്കെ തോ സീധേ പാനി മേ. ഇത് കൊണ്ട് നമുക്ക് മനസ്സിലാവുന്നത് വഴിയിൽ മൊത്തം വെള്ളമാണ്, ഒന്ന് ശ്രദ്ധിച്ച് നടന്നില്ലെങ്കിൽ നേരെ വെള്ളത്തിൽ പോയി വീഴും. പത്ലി ഹോത്തെ ഹോത്തെ വ ലുപ്ത് ഹോ ഗയി. പഗ്ഡണ്ടി എന്ന് പറഞ്ഞാൽ ടാറൊന്നും ചെയ്യാത്ത ഗ്രാമങ്ങളിലെ വഴികളില്ലേ, അതാണ് കേട്ടോ. ആ പാത ചെറുതായി കൊണ്ടേയിരുന്നു. അവസാനം ആ പാത അപ്രത്യക്ഷമായതുപോലെയായി. കടി ചടായി ചഡ്കർ മുഷ്കിൽ സെ ഊപ്പർ ആയി. ആ പ്ലെയിൻ ആയിട്ടുള്ള ഭൂമി കഴിഞ്ഞിട്ട് പിന്നെ ഒരു കയറ്റമാണ് അങ്ങോട്ട്. കയറ്റം വളരെ കഷ്ടപ്പെട്ട് കയറി ഞങ്ങൾ മുകളിലെത്തി. ലേക്കിൻ ഊപ്പർ ന ഗഡ്വാട്ട് थी न पगडंडी और बादल थे कि हमें लगातार धमका रहे थे. മുകളിൽ കയറിയപ്പോൾ അവിടെ കുഴിയോ അല്ലെങ്കിൽ ഒരു പാതയോ അങ്ങനെ ഒന്നും ഉണ്ടായിരുന്നില്ല. മേഘങ്ങളാണെങ്കിൽ ഞങ്ങളെ എപ്പോഴും ഭീഷണിപ്പെടുത്തുന്ന പോലെ, എപ്പോൾ മഴ പെയ്യും എന്നുള്ള പോലെ ഞങ്ങളെ ഭീഷണിപ്പെടുത്തുമായിരുന്നു. വേ സിമട്കർ ഘനെ കാലേ മേഘോമേ പരിവർത്തിത് ഹോ രഹേ ഥേ. മേഘങ്ങൾ കാർമേഘങ്ങളായി ട്രാൻസ്ഫോം ചെയ്യുകയായിരുന്നു. കബി ബി ബരസ് സക്തേ ഥേ. എപ്പോൾ വേണമെങ്കിലും മഴ പെയ്യുമായിരുന്നു. കഹി ഏക് ആദ്മി തക് നസർ നഹി ആ രഹാ ഥാ. എവിടെയും ഒറ്റ മനുഷ്യനെയും കാണുന്നുണ്ടായിരുന്നില്ല. കിസി തര പത്തോട പഹുഞ്ചെ. ഒരു വഴിക്ക് എങ്ങനെയൊക്കെയോ പത്തോട എന്ന് പറഞ്ഞ സ്ഥലമെത്തി. പത്തോട മഹാരാഷ്ട്രയിലെ ഒരു ഗ്രാമമാണ്. ആ സ്ഥലത്ത് അവരെങ്ങനെയൊക്കെയോ എത്തി. റോസ് കി അപേക്ഷ ആജ് ഹം ആധാ ഹി ചൽ പായേ ഥേ ലേക്കിൻ പാനി കെ ഡർ സെ ഇസി ഗാവ് മേ റുക്ന പട. സാധാരണ ഞങ്ങൾ ഇപ്പോൾ ട്രാവൽ ചെയ്തതിൻ്റെ ഡബിൾ ട്രാവൽ ചെയ്യാറുണ്ട്. ഇന്ന് പക്ഷേ
മഴ വരുമോ എന്ന പേടി കൊണ്ട് ഈ ഗ്രാമത്തിൽ തന്നെ നിൽക്കേണ്ടി വന്നു. കുച്ച് ലോഗോ നെ മിൽക്കർ ഗാവ് മേ ഏക് മന്ദിർ ബൻവായാ ഹെ. കുറച്ച് ആൾക്കാർ കൂടിയിട്ട് ആ വില്ലേജിൽ, ആ ഗ്രാമത്തിൽ ഒരു അമ്പലം പണി കഴിപ്പിച്ചിട്ടുണ്ട്. അഭി മൂർത്തി കി സ്ഥാപന നഹി ഹുയി ഹെ. ഇപ്പോൾ ആ അമ്പലത്തിൽ വിഗ്രഹം പ്രതിഷ്ഠിച്ചിട്ടില്ല. മന്ദിർ കെ ബരാമദെ മേ ലോഹെ കാ ജാലി വാല ദർവാസ ഹെ. അമ്പലത്തിൻ്റെ വരാന്തയിൽ ഒരു ഇരുമ്പ് ജാലിക വാതിലുണ്ട്. मंदिर की देखरेख करने वाले ग्रामीण ने उसे हमारे लिए खोल दिया. അമ്പലം ക്ലീൻ ചെയ്യാനും നോക്കി നടത്താനൊക്കെ അവിടെ ഒരാളുണ്ടായിരുന്നു. അയാൾ ഞങ്ങൾക്ക് വേണ്ടി ആ വാതിൽ തുറന്നു തന്നു. ആജ് യഹി ബരാമദ ഹമാര റൈൻ ബസാര ഹെ. ഇന്ന് ഈ വരാന്തയാണ് ഞങ്ങളുടെ നൈറ്റ് ഷെൽട്ടർ. പാനി ലാനെ കെ ലിയെ ബാൽട്ടി ദി. വെള്ളം കൊണ്ടുവരാനായിട്ട് ബക്കറ്റ് തന്നു. ഫർഷ് പർ ബിഛാനെ കെ ലിയെ ഏക് ബഹുത് ബഡി ദരി ദി और सदाव्रत के लिए भी पूछा लेकिन वह हमारे पास पर्याप्त था. സദാവ്രത് എന്ന് പറഞ്ഞാൽ പൈസ ഒന്നും വാങ്ങാതെ ട്രാവൽ ചെയ്യുന്നവർക്ക് ആവശ്യമായുള്ള സാധനങ്ങളൊക്കെ നൽകുന്നതിനെയാണ്. ചോട്ടു ബാഹർ ഖാന ബനാ രഹാ ഥാ. ചോട്ടു പുറത്ത് ഭക്ഷണം ഉണ്ടാക്കുമായിരുന്നു. ദാൽ തോ ബൻ ഗയി ഥി പർ വഹ് ഗാക്കഡ് ബനാ രഹാ ഥാ കി പാനി ആ ഗയാ. കറിയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞിരുന്നു, പക്ഷേ അവൻ ഗാക്കഡ് ഉണ്ടാക്കുമ്പോഴത്തേക്കും വെള്ളം വന്നു തുടങ്ങി, അതായത് മഴ പെയ്തു തുടങ്ങി എന്നാണ് അർത്ഥം. ഗാക്കഡ് എന്ന് പറഞ്ഞ ഒരു പലഹാരമാണ്, ആട്ട കൊണ്ടുണ്ടാക്കുന്ന പലഹാരമാണ്. റോട്ടിനേക്കാൾ ചെറുതായിരിക്കും അത് കാണാൻ. പ്രായ സബി ഖേത്തോ മേ യാ തോ സോയാബീൻ കട്ട് രഹാ ഹെ യാ കട്ടേ ഹുയെ സോയാബീൻ കെ ഡേർ ലഗേ ഹെ. എല്ലാ കൃഷിയിടങ്ങളിലും ഒന്നില്ലെങ്കിൽ സോയാബീൻ്റെ വിളവെടുപ്പ് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നിട്ടുണ്ടാവാം, അല്ലെങ്കിൽ കൂട്ടങ്ങളായിട്ട് സോയാബീൻ ഇങ്ങനെ കൂട്ടി വെച്ചിട്ടുണ്ടാവാം. ഇസ് പാനി സേ കിസാനോ കോ ഭാരി നുക്സാൻ ഹോ രഹാ ഹെ. അപ്പോൾ ഈ സോയാബീനൊക്കെ ഇങ്ങനെ പുറത്ത് വെച്ചിരിക്കുന്ന കാരണം ഈ മഴയത്ത് അതൊക്കെ നനഞ്ഞ് കൃഷിക്കാർക്ക് ഭയങ്കര നഷ്ടമുണ്ടായി. കിസി തര ചോട്ടുവിനെ ഗാക്കഡ് ബനാ ലിയ. എങ്ങനെയൊക്കെയോ ചോട്ടു ഗാക്കഡ് ഉണ്ടാക്കി. ഖാന ഖാക്കർ തോടാ ആരാം കർക്കെ ജബ് സോനെ ലഗെ തബ് തക് പാനി ബന്ദ് ഹോ ചുക്കാ ഥാ. ഭക്ഷണം കഴിച്ച് ഞങ്ങൾ കുറച്ച് വിശ്രമിച്ചിട്ട് ഉറങ്ങാൻ കിടക്കുമ്പോഴത്തേക്കും മഴയൊക്കെ നിന്നിട്ടുണ്ടായിരുന്നു. ബാഹർ ബിജ്ലി കാ ബൾബ് ജൽ രഹാ ഥാ. പുറത്ത് ബൾബ് കത്തുന്നുണ്ടായിരുന്നു. रात को जब मैं उठ बैठा तो मेरे पैरों के पास की खाली दरी पर एक आदमी गुड़ी मुड़ी पड़ा था. ഞാൻ രാത്രി എണീറ്റ് നോക്കുമ്പോൾ എൻ്റെ അടുത്ത് ഒരാൾ ചുരുണ്ടുകൂടി കിടക്കുന്നുണ്ടായിരുന്നു, അതേ പായയിൽ കിടക്കുന്നുണ്ടായിരുന്നു. ഉസ്നെ കുച്ച് ബി ഓടാ നഹി ഥാ. അയാൾ ഒന്നും വെച്ചിട്ട് ശരീരം പുതച്ചിട്ടുണ്ടായിരുന്നില്ല. ലേറ്റെ ലേറ്റെ ബഡ് ബടാ രഹാ ഥാ. അയാൾ ഉറക്കത്തിൽ എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു. മാനോ കഹാനി സുനാ രഹാ ഹോ. എന്തോ കഥ പറയുന്ന പോലെ ഉണ്ടായിരുന്നു കേൾക്കാൻ. ഫിർ ഏകായേക് സോർ സെ ഹസ്നെ ലഗ. പിന്നെ പെട്ടെന്ന് ചിരിക്കാൻ തുടങ്ങി, ഒച്ചത്തിൽ ചിരിക്കാൻ തുടങ്ങി. ബീച്ച് ബീച്ച് മേ രാമായൺ കി ചോപ്പായി ബോൾത്ത. പിന്നെ ഇടയ്ക്കിടയ്ക്ക് രാമായണത്തിലെ ഭാഗങ്ങളും പറയുന്നുണ്ടായിരുന്നു. ഷായത് പാഗൽ ഥ. ചിലപ്പോൾ അയാൾ ഭ്രാന്തനായിരിക്കും എന്ന് നരേറ്റർ ആലോചിച്ചു. മേ ചുപ്ചാപ്പ് സോ ഗയ. ഞാൻ മിണ്ടാതെ കിടന്നുറങ്ങി. തോടി ദേർ കെ ബാദ് വഹ് ഉട്ട്കർ ബാഹർ ചലാ ഗയ. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ അയാൾ എണീറ്റ് പുറത്തേക്ക് പോയി. ലേക്കിൻ ജൽദി ഹി വാപ്പസ് ആയ. പക്ഷെ പെട്ടെന്ന് തന്നെ തിരിച്ചു വന്നു. ദർവാസെ പർ ഖടാ ഹോക്കർ ഘുർരായ. കോൺ ഹോ തും ലോഗ്. ഡോറിൻ്റെ അവിടെ നിന്നിട്ട് അയാൾ ഒച്ചത്തിൽ ഇങ്ങനെ ദേഷ്യത്തോടെ ചോദിച്ചു, നിങ്ങളൊക്കെ ആരാണ്? യഹാ കാസെ ഗോസ് ആയ ഹോ. നിങ്ങൾ എങ്ങനെയാണ് ഇതിനകത്തേക്ക് കയറിയത്? നിരീഖ് സെ ദേഖ്നെ വാലെ ഇസ് ആദ്മീനെ ഏകായേക് വിക്രാൽ രൂപ് ധാരൺ കർ ലിയ. നിഷ്കളങ്കനായിരുന്ന ഈ മനുഷ്യൻ പെട്ടെന്നൊരു ഭീകരനായി മാറിയ പോലെ തോന്നി. അബ് വഹ് ബേഹദ് ഗുസ്സേ മേ ഥാ. ഇപ്പം അയാൾ ഭയങ്കര ദേഷ്യത്തിലായിരുന്നു. ഹംനെ കോയി ജവാബ് നഹി ദിയ. ഞങ്ങൾ ഒരു മറുപടിയും പറഞ്ഞില്ല. വ സോർ സെ ചീക്ക. അയാൾ ഒച്ച വെച്ചു. ഹം ലോഗ് ഉഠ് ബൈഠെ. ഞങ്ങൾ കിടക്കുകയായിരുന്നു, അപ്പോൾ അയാൾ ഒച്ച വെച്ചപ്പോൾ ഞങ്ങൾ എണീറ്റിരുന്നു. मैंने कहा जिन्होंने यह मंदिर बनवाया है उन्होंने हमें यहाँ ठहराया है. അപ്പോൾ ഞാൻ പറഞ്ഞു, ആരാണോ ഈ അമ്പലം പണിയിപ്പിച്ചത് അവർ തന്നെയാണ് ഞങ്ങളെ ഇവിടെ താമസിപ്പിച്ചത്. देखिए यह दरी और यह बाल्टी भी उन्होंने ही दी है. നോക്കൂ, ഈ ഷീറ്റും ഈ ബക്കറ്റും ഒക്കെ അവർ തന്നത് തന്നെയാണ്. लेकिन वह पागल जो था ऊल जलूल बकने लगा. പക്ഷേ ആ പ്രാന്തൻ അസംബന്ധം പറയാൻ തുടങ്ങി. अपने आप को CID इंस्पेक्टर बताने लगा. ആ പ്രാന്തൻ CID इंस्पेक्टर ആണെന്ന് പറഞ്ഞു. क्या समझते हो मैं सादे बेश में
रहकर चोरों का पता लगाता हूँ. നീ എന്താ വിചാരിക്കുന്നത്? ഞാൻ സാധാരണ ആൾക്കാരുടെ വേഷത്തിൽ, അതായത് ഒരു പോലീസിൻ്റെ ഒന്നും വേഷത്തിലല്ലാതെ സാധാരണ ആൾക്കാരിടുന്ന പോലത്തെ വേഷത്തിൽ കള്ളന്മാരെ പിടിക്കുകയാണ് ഞാൻ ചെയ്യുന്നത്. കള്ളന്മാരെ പറ്റി മനസ്സിലാക്കുകയാണ് ഞാൻ ചെയ്യുന്നത്. ഉസ്കെ സവാൽ ബേസ് പേർക്കെ थे. അയാളുടെ ചോദ്യങ്ങൾ ഒരു വാലും തുമ്പും ഇല്ലാത്ത പോലത്തെ ആയിരുന്നു. ജവാബ് ന ദേത്തെ തോ ചാബുക് സെ മാർനെ കി ധംകി ദേത്ത. ഞങ്ങൾ അയാൾ ചോദിക്കുന്നതിനൊന്നും ഉത്തരം നൽകിയില്ലെങ്കിൽ ഞങ്ങളെ അയാൾ ആക്രമിക്കും എന്ന് ഭീഷണിപ്പെടുത്തി. ഇസ്ലിയെ മേ കോയി ന കോയി ജവാബ് ദേത്താ രഹ. അതുകൊണ്ട് ഞാൻ എന്തെങ്കിലുമൊക്കെ ഒരു ഉത്തരം പറഞ്ഞുകൊണ്ടേയിരുന്നു. വ ലഗാതാർ ചീക്താ ചില്ലാത്താ രഹ. അയാൾ കണ്ടിന്യൂസ് ആയിട്ട് ഒച്ച വെച്ചുകൊണ്ടേയിരുന്നു. बीच बीच में हवा में ऐसे हाथ घुमाता मानो हाथ में कोड़ा हो. അയാൾ വീണ്ടും വീണ്ടും കൈ ഇങ്ങനെ മേലേക്ക് പൊന്തിച്ച് കയ്യിൽ ചാട്ടയുള്ള പോലെ ഇങ്ങനെ ആക്ഷൻ കാണിക്കാൻ തുടങ്ങി. जब उसकी नाराज़गी बढ़ जाती तब उसका चेहरा क्रोध से विकृत हो उठता. എപ്പോഴൊക്കെയാണോ അയാളുടെ ദേഷ്യം കൂടുന്നത് അപ്പോൾ അയാളുടെ മുഖം വികൃതമായി മാറുമായിരുന്നു. मैंने अपने आप को कभी इतना असहाय അനുഭവ് നഹി കിയാ ഥാ. ഞാൻ ഒരിക്കലും ഇത്രയും ഹെൽപ്ലെസ് ആയി ഫീൽ ചെയ്തിട്ടില്ല. ലാച്ചാർ ഹം ഉസ്കി ധാസ് സഹത്തെ രഹെ. നിസ്സഹായരായി ഞങ്ങൾ അയാളുടെ ഭീഷണി സഹിച്ചുകൊണ്ടിരുന്നു. പാസ് പടോസ് മേ കൈ ഗർത്തെ. അടുത്തൊക്കെ പല വീടുകളും ഉണ്ടായിരുന്നു, കുറേ വീടുകളുണ്ടായിരുന്നു. ഹമാരി സഹായത കെ ലിയെ ക്യോं കോയി ആ നഹി രഹ. എന്തുകൊണ്ടാണാവോ ഞങ്ങളുടെ സഹായത്തിന് ആരും വരാത്തത്? ക്യാ കോയി സമജ്താ നഹി കി ഹമാരെ സാത്ത് ക്യാ ഹോ രഹാ ഹെ. ഞങ്ങൾക്ക് എന്താണ് സംഭവിക്കുന്നതെന്ന് എന്താ ആൾക്കാർക്കൊന്നും മനസ്സിലാവുന്നില്ലേ? ऐसा लगता था मानो यह रात कभी खत्म नहीं होगी. എനിക്ക് തോന്നിക്കൊണ്ടിരുന്നത് ഈ രാത്രി ഒരിക്കലും തീരില്ല എന്നായിരുന്നു. തബി ഉസ്കാ ധ്യാൻ കോനെ മേ രखे ഹമാരെ സാമാൻ കി ഓർ ഗയാ. അപ്പോഴാണ് സൈഡിൽ വെച്ചിരിക്കുന്ന ഞങ്ങളുടെ സാധനങ്ങളിലേക്ക് അയാളുടെ ശ്രദ്ധ പോയത്. ഇസ്മേ ക്യാ ഹെ. ഇതിൽ എന്തൊക്കെയാണുള്ളത്? മുझे इसकी तलाश लेनी होगी. എനിക്കിത് സെർച്ച് ചെയ്യേണ്ടി വരും. മുझे ചിന്ത ഹുയി. എനിക്ക് പരിഭ്രമം തോന്നി. ഉസ്മേ സബ്ജി കാട്ട്നെ കാ ചാക്കു ഭി ഥാ. അതിൽ പച്ചക്കറി അരിയാനുള്ള കത്തി ഉണ്ടായിരുന്നു. കഹി വ ഉസ്കെ ഹാത്ത് ലഗ് ഗയാ തോ. ഈ ഭ്രാന്തൻ്റെ കയ്യിൽ ആ കത്തി കിട്ടിയാലോ? മേരെ ഭീതർ ഭയ് കി ഏക് ഹിലോർ സി ഉഠി. എൻ്റെ ഉള്ളിൽ ഭയത്തിൻ്റെ ഒരു തിരമാല ഉണ്ടായി. ഉസ്നെ ഹമാര പിഠു കോല. അവൻ ഞങ്ങളുടെ ബാഗ് തുറന്നു. एक एक चीज निकालकर फेंकने लगा. ഓരോ സാധനം വലിച്ചെറിയാൻ തുടങ്ങി. मैं दम साधे उसकी हर गतिविधि को देखता रहा. അവൻ്റെ ഓരോ നീക്കങ്ങളെയും ഞാൻ ശ്രദ്ധയോടെ നോക്കിക്കൊണ്ടിരുന്നു. डेटॉल की शीशी फर्श पर दे मारी. ഡെറ്റോളിൻ്റെ ബോട്ടിൽ നിലത്തേക്ക് വലിച്ചെറിഞ്ഞു. एक एक चीज निकालकर फेंक दी. ഓരോ സാധനം എടുത്ത് പുറത്തേക്ക് വലിച്ചെറിഞ്ഞു. यहाँ तक कि चाकू भी फेंक दिया. അയാൾ ആ കത്തിയും വലിച്ചെറിഞ്ഞു. അതെടുത്ത് ഇവരെ ആക്രമിക്കാതെ അയാൾ ആ കത്തിയും വലിച്ചെറിയാണ് ചെയ്തത്. अंत में 2-3 किताबें निकाली. അവസാനം 2-3 പുസ്തകങ്ങൾ പുറത്തേക്കെടുത്തു. കിതാബേ ഉസ്നെ ഖോൽക്കർ ദേഖി ഫിർ ജോ കി ത്യോ വാപ്പസ് രഖ് ദി. പുസ്തകങ്ങൾ അയാൾ തുറന്നു നോക്കി, എന്നിട്ട് അതേപോലെ തന്നെ തിരിച്ചു വെച്ചു. ഹമാരി ഓർ മുർക്കർ ചോട്ടു സെ ബോല വാട്ട് ഈസ് യുവർ നെയിം. ഞങ്ങളുടെ നേരെ തിരിഞ്ഞിട്ട് അയാൾ ചോട്ടുവിനോട് ചോദിച്ചു വാട്ട് ഈസ് യുവർ നെയിം എന്ന്, എന്താണ് നിന്റെ പേര് എന്ന്. ചോട്ടുവിനെ സഹമത്തെ ഹുയെ കഹാ മുझे അംഗ്രേസി നഹി ആത്തി. ചോട്ടു സമ്മതിച്ചു എനിക്ക് ഇംഗ്ലീഷ് അറിയില്ല എന്ന്. മുജ്സെ പൂച്ച തും ക്യാ കർത്തെ ഹോ. എന്നിട്ട് ആ പ്രാന്തൻ എന്നോട് ചോദിച്ചു നിങ്ങൾ എന്താണ് ചെയ്യുന്നത്, നിങ്ങളുടെ പ്രൊഫഷൻ എന്താന്ന്. मैंने कहा मैं शिक्षक था, बच्चों को पढ़ाता था, अब रिटायर हो गया हूँ. അപ്പം ഞാൻ പറഞ്ഞു ഞാനൊരു ടീച്ചറായിരുന്നു, ഞാൻ കുട്ടികളെ പഠിപ്പിക്കുമായിരുന്നു, ഇപ്പോൾ റിട്ടയർ ആയി. മേരി ആവാസ് സ്ഥിർ थी लेकिन अंदर ही अंदर मैं डरा हुआ था. എൻ്റെ ശബ്ദം ഉറച്ചതായിരുന്നു, പക്ഷേ ഉള്ളിൽ ഞാൻ പേടിച്ചാണ് ഇരിക്കുന്നുണ്ടായിരുന്നത്. വ ചുപ് രഹ മാനോ കഹി ഖോ ഗയാ ഹോ. അയാൾ ഞാൻ ടീച്ചറാന്ന് പറഞ്ഞപ്പോൾ മിണ്ടാതിരുന്നു. അയാളെ കാണുമ്പോൾ എവിടെയോ ലോസ്റ്റ് ആയ പോലെ ഉണ്ടായിരുന്നു. കുച്ച് ക്ഷൺ തക് മുझे ഏക് ടക് ദേഖ്തേ രഹ്നെ കെ ബാദ് ബോല അച്ഛാ സോ ജാओ. കുറച്ചു നേരം അയാൾ എന്നെ നോക്കി, എന്നിട്ട് പിന്നെ പറഞ്ഞു ശരി എന്നാൽ നിങ്ങൾ കിടന്നുറങ്ങിക്കോന്ന്. മേ സിർ സെ ലേക്കർ പാവ് തക് ഓഡ് കർ സോ ഗയാ. ഞാൻ തല മുതൽ കാല് വരെ പുതച്ചിട്ട് കിടന്നുറങ്ങി. സോച്ചാ ഷായത് അബ് വ ചലാ ജായ്. എന്നിട്ട് ഞാൻ വിചാരിച്ചു അയാളിപ്പോൾ പോവുമായിരിക്കും എന്ന്. തഭി ഏക് വിചിത്ര ഘടന ഘട്ടി. അപ്പോഴാണ് ഒരു വിചിത്രമായ കാര്യം നടന്നത്. അച്ചാനക് ഉസ്നെ മേരി पैर ദബാനെ ശുരു കർ ദിയെ. അയാൾ പെട്ടെന്ന് എൻ്റെ കാല് അമർത്താൻ തുടങ്ങി, കാല് ഒഴിയാൻ മസാജ് ചെയ്യാൻ തുടങ്ങി.
उसके मजबूत हाथों का स्पर्श അനുഭവ करते ही मैं कांप सा गया. അയാളുടെ നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഹാൻഡ്സിന് ടച്ച് എൻ്റെ കാലിൽ പതിഞ്ഞപ്പോൾ ഞാൻ പെട്ടെന്നൊരു വിറച്ച പോലെയായി. അതായത് പെട്ടെന്ന് ഞെട്ടിപ്പോയി എന്നാണ് പറയുന്നത്. ഏക് ഏക് കർക്കെ ദോനോ पैर खूब अच्छी तरह से दबाए. ഓരോന്നായിട്ട് അയാൾ ഓരോ കാലായിട്ട് നല്ല രീതിയിൽ മസാജ് ചെയ്തു. ഉസ്മേ ബഡി താക്കത്ത് തി. അയാൾ നല്ല സ്ട്രോങ് ആയിരുന്നു. ഫിർ ഹാത്ത് ദബായെ. പിന്നെ കൈ അമർത്തി. ഹാത്തോं की एक एक उंगली दबाई. കൈയിലെ ഓരോ വിരലുകളും മസാജ് ചെയ്തു. ഹർ ഗടി ചിന്ത ബനി രഹി കി കहीं कोई उंगली चटका न दे. അയാൾ വിരലൊക്കെ മസാജ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ ഒരു പേടി ഉണ്ടായിരുന്നു, അയാൾ എങ്ങാനും ഓരോ വിരൽ ഒടിച്ചാലോ എന്നുള്ളൊരു പേടി ഉണ്ടായിരുന്നു. ഉസ്കെ ബാദ് ഉസ്നെ മേരി മുട്ടി കോലി. ഉസ്മേ കുച്ച് രഖ. മുട്ടി ബന്ദ് കി ഓർ ചലാ ഗയ. പിന്നെ അയാൾ എൻ്റെ കൈപ്പത്തി ഇങ്ങനെ തുറന്നു. മുട്ടി എന്ന് പറഞ്ഞാൽ മുഷ്ടി എന്നാണ് അർത്ഥം. മുഷ്ടി തുറന്നു, എന്നിട്ട് അതിലെന്തോ വെച്ചു, എന്നിട്ട് മുഷ്ടി അടച്ചിട്ട് അയാൾ പോയി. ഉസ്കെ ജാത്തെ ഹി छोटू ने दरवाज़ा अंदर से बंद करके उस पर ताला लगा दिया. അയാൾ പോയതും ചോട്ടു വാതിൽ അകത്തുനിന്ന് കുറ്റിയിട്ടിട്ട് ലോക്ക് ചെയ്തു. ഹംനെ രാഹത്ത് കി സാസ് ലി. ഞങ്ങൾ നല്ല റിലീവ്ഡ് ആയിരുന്നു അയാൾ പോയപ്പോൾ. ലേക്കിൻ നീന്ത് നഹി ആയി. പക്ഷെ ഞങ്ങൾക്ക് ഉറക്കം വന്നില്ല. मैं जागता पड़ा रहा और सोचता रहा कि उसमें एकाएक बदलाव क्यों कर आया. ഞാൻ ഉറങ്ങാതെ ചിന്തിച്ചു കൊണ്ടിരുന്നു, എന്തുകൊണ്ടായിരിക്കാം അയാൾക്ക് ഇങ്ങനെ പെട്ടെന്നൊരു മാറ്റമുണ്ടായത്. वो उद्दंड से विनम्र क्यों बन गया. എന്തുകൊണ്ടായിരിക്കാം അയാൾ അഹങ്കാരിയിൽ നിന്ന് താഴ്മയുള്ളവനായി മാറിയത്. മുട്ടി खोलकर देखा तो उसमें 20 पैसे का सिक्का था. എൻ്റെ മുഷ്ടി അയാൾ അടച്ചു വെച്ചിട്ട് പോയല്ലോ എന്തോ അതിൽ വെച്ചിട്ട്. അത് തുറന്നു നോക്കിയപ്പോൾ അത് 20 പൈസയുടെ കോയിൻ ആയിരുന്നു. ധീരെ ധീരെ ഗുത്തി സുലജ്നെ ലഗി. പതുക്കെ ആ ഒരു നിഗൂഢത ചുരുളഴിയാൻ തുടങ്ങി. കിതാബോं को उसने फेंका नहीं था. അയാൾ ആ പുസ്തകങ്ങൾ വലിച്ചെറിഞ്ഞിരുന്നില്ല. किताबें देखकर अनजाने ही उसके मन में यह बात आई होगी कि ये शायद लिखने पढ़ने वाले आदमी हैं, शायद गुरु हैं. ആ പുസ്തകങ്ങൾ കണ്ടപ്പോൾ അയാൾക്ക് തോന്നിയിട്ടുണ്ടാവും ഇവർ എഴുത്തും വായനയൊക്കെ അറിയാവുന്ന ആൾക്കാരാണ്, ചിലപ്പോൾ ഗുരു ആയിരിക്കാം എന്ന് തോന്നിയിട്ടുണ്ടാവും അയാൾക്ക്. उस विक्षिप्त अवस्था में भी उसके अवचेतन में यह संस्कार दबा पड़ा था कि गुरु का तो आदर करना चाहिए. ആ ഒരു ഭ്രാന്തമായ അവസ്ഥയിൽ പോലും ഗുരുവിനെ ആദരിക്കണം എന്ന ഒരു അയാളുടെ മര്യാദ അല്ലെങ്കിൽ സംസ്കാരം അയാളുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ പതിഞ്ഞിരുന്നു. और यह मालूम होने पर कि मैं शिक्षक हूँ उसका व्यवहार एकाएक बदल गया. ഞാനൊരു ടീച്ചറാണെന്ന് മനസ്സിലായപ്പോൾ തന്നെ അയാളുടെ സ്വഭാവം പെട്ടെന്ന് മാറി. उसकी विक्षिप्तावस्था पर उसके संस्कारों ने बढ़त पा ली थी. അയാളുടെ ആ ഒരു ഭ്രാന്താവസ്ഥയെ അയാളുടെ സംസ്കാരങ്ങൾ മറികടന്നു. शिक्षक दिवस के अवसर पर पूरे देश में अनगिनत शिक्षकों का सम्मान किया जाता है. ടീച്ചേഴ്സ് ഡേ വരുമ്പോൾ ഈ രാജ്യത്ത് മുഴുവൻ അനേകം കുറേ ടീച്ചേഴ്സിനെ ആദരിക്കാറുണ്ട്. मेरे शहर में मेरा भी कई बार सम्मान हो चुका है. എൻ്റെ നാട്ടിലും എന്നെയും കുറേ ആദരിച്ചിട്ടുണ്ട്. लेकिन उस रात को भय और आतंक के साए में ही सही मुझे जो सम्मान मिला वह अपूर्व था. അന്ന് രാത്രി ഭയത്തിൻ്റെയും ഭീതിയുടെയും നിഴലാണെങ്കിൽ പോലും എനിക്ക് കിട്ടിയ ആ ഒരു ബഹുമാനം വളരെ സ്പെഷ്യൽ ആയിരുന്നു. मैंने कभी नहीं सोचा था कि एक शिक्षक के रूप में मेरा सर्वश्रेष्ठ सम्मान इस प्रकार होगा. ഒരു അധ്യാപകനായതിനുള്ള ഏറ്റവും വലിയ ഒരു ആദരവ് ഈ രീതിയിലായിരിക്കും എന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. इसके बाद मुझे कच्ची सी नींद पड़ गई. ഇതിനു ശേഷം എനിക്കൊരു നേരിയ ഉറക്കം വന്നു. सवेरा हुआ. രാവിലെയായി. बिखरे सामान को फिर से पिट्टू में जमाते हुए छोटू ने कहा, उसने हमारी कानी कोड़ी तक नहीं ली. ആ ഭ്രാന്തൻ വലിച്ചിട്ട സാധനങ്ങളൊക്കെ ബാഗിലേക്ക് തിരിച്ചു വെച്ചുകൊണ്ട് ചോട്ടു പറഞ്ഞു, അയാൾ നമ്മുടെ ചില്ലറ പൈസ പോലും എടുത്തില്ല എന്ന്. ദർവാസ ഖോൽക്കർ ഹം ബാഹർ ആയെ. വാതിൽ തുറന്ന് ഞങ്ങൾ പുറത്തേക്ക് വന്നു. പടോസ് കെ യുവക് സെ കഹാ, രാത് കോ ഏക് പാഗൽ നെ ഹമേ ബഹുത് പരേഷാൻ കിയ. ഞങ്ങൾ അടുത്ത വീട്ടിലെ യുവാവിനോട് പറഞ്ഞു, ഇന്നലെ രാത്രി ഒരു ഭ്രാന്തൻ വന്നിട്ട് ഞങ്ങളെ കുറേ ശല്യം ചെയ്തിട്ടുണ്ടായിരുന്നു. ഘണ്ടെ ഡേഡ് ഘണ്ടെ തക് ഹമേ ഡരാത്ത ധംകാത്ത രഹ. കുറേ നേരം അയാൾ ഞങ്ങളെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടും പേടിപ്പിച്ചുകൊണ്ടും ഒക്കെ ഇരുന്നു. വഹ് ഹമേ പീറ്റ് പി സക്താ ഥാ.
അയാൾക്ക് വേണമെങ്കിൽ ഞങ്ങൾ അറ്റാക്ക് ചെയ്യുകയൊക്കെ ചെയ്യായിരുന്നു, അയാൾ ചിലപ്പോൾ ഞങ്ങൾ അറ്റാക്ക് അടക്കം ചെയ്തേനെ എന്ന് പറയാണ്. വേ മേരെ പിതാ ഹെ. അപ്പോൾ ആ യുവാവ് പറയാണ്, അതെൻ്റെ അച്ഛനാണ്. പാഗൽപൻ കാ ദൗറ പഡ്താ ഹെ തബി ऐसे ഹർക്കത്തെ കർത്തെ ഹെ. അദ്ദേഹത്തിന് ഭ്രാന്താവുമ്പോഴാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാറ്. പർ കിസി കോ മാർത്തേ നഹി. പക്ഷെ അദ്ദേഹം ആരെയും ഉപദ്രവിക്കാറില്ല, അടിക്കാറൊന്നുമില്ല. വൈസെ വേ യഹാ നഹി രഹത്തെ. മണ്ഡിദ്വീപ് മേ മേരെ ഭായിയോं के साथ रहते हैं. പിന്നെ അദ്ദേഹം ഇവിടെയല്ല താമസിക്കുന്നത്, മണ്ഡിദ്വീപ് എന്ന് പറഞ്ഞ ഗ്രാമത്തിൽ എൻ്റെ ചേട്ടന്മാരുടെ കൂടെയാണ് താമസിക്കുന്നത്. കൽ രാത് കോ ഹി ആയേ ഹെ. ഇന്നലെ രാത്രിയാണ് അദ്ദേഹം ഇവിടെ വന്നത്. ഹമാരി മദത് കെ ലിയെ തും ആയി ക്യൂ നഹി. പിന്നെ എന്താണ് നീ ഞങ്ങളെ സഹായിക്കാൻ വരാഞ്ഞത്? മേ ഖേത് പർ സോയാ ഥാ. ഞാൻ കൃഷിഭൂമിയുടെ ഭാഗത്താണ് കിടന്നുറങ്ങിയത്. സോയാബീൻ കട്ട് രഹാ ഹെ. അവിടെ സോയാബീൻ വെട്ടുകയായിരുന്നു. അഭി ആയാ ഹൂँ. ഞാൻ ഇപ്പോഴാണ് തിരിച്ചു വന്നത്. ആപ്കെ യഹാ സെ ആനെ കെ ബാദ് വേ ചബൂത്രേ ചലേ ഗയേ. നിങ്ങളുടെ അവിടുന്ന് വന്നതിന് ശേഷം അദ്ദേഹം ചബൂത്രയിലേക്ക് പോയി. ചബൂത്ര എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ബേർഡ്സിനൊക്കെ ഇരിക്കാൻ പറ്റുന്ന പോലത്തെ ഒരു ഷെൽട്ടർ പോലത്തെ സാധനമാണ്. അതിൻ്റെ അടുത്തേക്ക് പോയി. അഭി വഹി ഹെ. അദ്ദേഹം ഇപ്പോൾ അവിടെയാണ്. ഹമാരാ രാസ്ത ചബൂത്രേ സെ ഹോക്കർ ജാത്താ ഥാ. ഞങ്ങൾക്ക് ആ ചബൂത്ര കടന്നിട്ട് വേണം പോവാനായിട്ട്. ഹം വഹാ സെ നിക്ലേ തോ വഹാ ഖടാ മില. ഞങ്ങൾ ആ ഭാഗത്തേക്ക് പോകുമ്പോൾ അയാൾ ആ പ്രാന്തൻ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. ഹംനെ ഉസ്കി ഓർ ധ്യാൻ നഹി ദിയ. ഞങ്ങൾ അയാൾ അത്ര ശ്രദ്ധിച്ചില്ല. തബി നീച്ചെ ഉത്തർക്കർ ഘുട്നോ കെ ബൽ ഝുക്കർ ഉസ്നെ മേരെ പാവ് ചുവേ. അപ്പോൾ അയാൾ അതിൻ്റെ മേലെ നിന്ന് ഇറങ്ങിയിട്ട് താഴെ മുട്ടുകുത്തി നിന്നിട്ട് എൻ്റെ കാല് തൊട്ട് വണങ്ങി. ഗുരുദേവ് ബഹുത് ശർമിന്ദ ഹൂँ. ഗുരുദേവ, ഞാൻ വളരെ അഷെയിംഡ്. ക്യാ കർത്താ ദൗറ ജോ പടാ ഥാ. ഞാൻ എന്ത് ചെയ്യാനാണ്, എൻ്റെ മാനസിക നിലയുടെ ഒരു കുഴപ്പമായിരുന്നു ആ സമയത്ത്. ഉസ്കെ ചെഹ്രെ പർ പച്താവാ ഥാ ആँखों में ആസു. അയാളുടെ മുഖത്ത് കുറ്റബോധമായിരുന്നു, അയാളുടെ കണ്ണിൽ കണ്ണുനീരും. मैंने कहा भाई तुम नहीं जानते कि तुमने गुरुओं का कितना मान बढ़ाया है. സഹോദര, നിങ്ങൾക്കറിയില്ല നിങ്ങൾ എത്രത്തോളമാണ് ടീച്ചേഴ്സിൻ്റെ വാല്യൂ കൂട്ടിയത് എന്ന്. കിസി ഏക് ഗുരു കാ നഹി തമാം ഗുരുവോं കാ. ഏതെങ്കിലും ഒരു ഗുരുവിനെ അല്ല നിങ്ങൾ ബഹുമാനിച്ചത്, ഈ ലോകത്തുള്ള എല്ലാ ഗുരുക്കന്മാരെയുമാണ്. ഇസ്കെ സാത്ത് ഹി ഹം ആകെ ബഡ് ലിയേ. ഞങ്ങൾ വീണ്ടും മുന്നോട്ട് നടന്നു തുടങ്ങി. വ സിക്ക ആജ് ഭി മേരെ പാസ് ഹെ. അയാൾ അന്ന് തന്ന കോയിൻ ഇപ്പോഴും എൻ്റെ കയ്യിലുണ്ട്. അടുത്ത വീഡിയോയിൽ കാണും വരെ ബൈ. സ്നേഹപൂർവ്വം മാളവിക.